ഞാൻ ഇന്നേ വരെ കണ്ടിട്ടും കഴിച്ചിട്ടും ഇല്ലാത്തൊരു പച്ചക്കറി കണ്ടെത്തിയിട്ടോ. ഇതിനോട് സാമ്യമുള്ള ഒരു ചെറിയ തരത്തിലുള്ളതാണ് ഇവിടെ പാലക്കാടൊക്കെ കാണാറുള്ളത്. അത് നമ്മൾ കറിയുടെ ആവശ്യങ്ങൾക്കൊന്നും എടുക്കാറില്ല, മേല് തേക്കാൻ മാത്രം. അതായത് നമ്മൾ കുളിക്കുമ്പോൾ ശരീരം തേച്ചു കഴുകാനായിട്ട് മാത്രമേ എടുക്കാറുള്ളൂ. അതിന് അപാര കയ്പുമായിരിക്കും. പക്ഷേ ഇതിന് 2 ഉപയോഗങ്ങളും ഉണ്ട്. കറി വെക്കാനായിട്ട് ഉപയോഗിക്കാം. നല്ലതുപോലെ മൂത്ത് കഴിഞ്ഞാൽ ഇതിനകം ചകിരി പോലെ ആവും. പിന്നെ നമുക്ക് സ്ക്രബ്ബറിൻ്റെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാം. ഇവിടെ നാട്ടിൽ കാണുന്ന ഇനത്തിന് ഇത്രയും നീളം ഉണ്ടാവില്ല. ഇതിൻ്റെ പകുതി മാത്രമേ കാണൂ. അത് ഉരുണ്ടിരിക്കും. ഇവിടുത്തെ പറമ്പുകളിലെല്ലാം ഒരു പാഴ്ചെടിയായിട്ടാണ് ഇത് വളർന്നു വരുന്നത്. പക്ഷേ ഇത് ശേഖരിച്ച് അങ്ങാടി മരുന്നുകളിൽ കൊണ്ടുകൊടുത്ത് അവർ വിൽപ്പനയ്ക്കായിട്ട് എടുക്കാറുണ്ട്. 2 ഇനത്തിൻ്റെ ഈ പൂക്കളും ഇലകളും ഒരുപോലെ തന്നെയാണ്. ഇലയുടെ അടിഭാഗം മിനുസമുള്ളതും മേൽഭാഗം പരുവരുത്തതുമാണ്. പ്രത്യേകിച്ച് ഒരു പരിചരണവും ഇതിന് ആവശ്യമില്ല. വലിച്ചെറിഞ്ഞാലും പിടിക്കുന്ന ഒന്ന് തന്നെയാണ്. കൊല്ലത്തുള്ളവർ ഇതിനെ പീച്ചിങ്ങ എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ ഞങ്ങൾ ഇവിടങ്ങളിലൊക്കെ ഇതേ ഷേപ്പുള്ള മറ്റൊരു ഇനം ഉണ്ടല്ലോ, ഈ അരികുകളൊക്കെ ഉള്ളത്, അതിനെയാണ് പീച്ചിങ്ങ എന്ന് പറയുന്നത്. ഇത് അധികം മൂക്കുന്നതിന് മുമ്പ് പറിച്ചെടുത്ത് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുകയാണിപ്പോൾ. ഇത് കൂടാതെ പച്ച ചെമ്മീനിൻ്റെ കൂടെയും ഉണക്ക ചെമ്മീനിൻ്റെ കൂടെയും ഇട്ട് വയ്ക്കാറുണ്ട്. പിന്നെ തീയലൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇതുകൊണ്ട്. ഇതിനെ ഇത്രയും നന്നായി നട്ടു വളർത്തി പരിപാലിച്ച് വരുന്നത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ആശങ്കയുണ്ടായിരുന്നു, ഇത് ഭക്ഷ്യയോഗ്യമാണോ എന്ന കാര്യത്തിൽ. ഇപ്പോൾ ആ ശങ്ക അങ്ങ് തീർന്നു കിട്ടി. ഇത് ഭക്ഷ്യയോഗ്യം തന്നെയാണ്. കറി വയ്ക്കാനാണെങ്കിൽ ഈ പ്രായത്തിൽ തന്നെ പൊട്ടിച്ചെടുക്കണം കേട്ടോ. മൂത്ത് കഴിഞ്ഞാൽ സ്പോഞ്ച് പോലെ ആകും അകത്ത്. ഒരു കായയിൽ തന്നെ ഇഷ്ടംപോലെ വിത്തുകളുണ്ടാവും. ഇത്രയും കേട്ട് ഈ വിത്ത് വേണമെന്ന് തോന്നുകയാണെങ്കിൽ സ്റ്റാമ്പ് ഒട്ടിച്ച കവർ അയച്ചു തന്നാൽ സൗജന്യമായി വിത്ത് അയച്ചു തരുന്നതാണ്. വിത്ത് ആവശ്യമുണ്ടെങ്കിൽ ഈ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി.